40 കോടി രൂപ മുടക്കി പുതിയ കെട്ടിടം പണിതല്ലോ. അത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് വന്നപ്പോഴല്ലേ പണിത്. പഴയ UDF ഗവൺമെൻറ് കാലത്ത് അൺഫിറ്റ് ആണെന്ന് പറഞ്ഞ കെട്ടിടത്തിന് അവിടെ മെയിൻ്റനൻസ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയോ? എന്താ പ്രശ്നം? കനകോലുവിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച വകുപ്പുകളെ തിരഞ്ഞുപിടിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്നവരെ ആക്ഷേപിക്കുക, അനാവശ്യമായ പദങ്ങൾ പ്രയോഗിക്കുക. നിങ്ങൾ ഒരാളിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മന്ത്രിമാരോ ആരെങ്കിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ നേതാക്കന്മാരോ ഒരു ഫേസ്ബുക്ക് ഒരു പോസ്റ്റ് മാന്യമായിട്ടിടാൻ പറ്റുമോ? എവിടെങ്കിലും ഒരു സ്ഥലത്തിൽ ഒരു രാഷ്ട്രീയ നിലപാട് പറയാൻ പറ്റുമോ? നിങ്ങൾ വായിച്ചു നോക്ക്. എന്ത് തെറിയാണ് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്ത് തെറിയാണ് വിളിക്കുന്നത്? വീണ ജോർജ് പ്രഗത്ഭയായ മന്ത്രിയാണ്. ആർക്കാ സംശയം? എന്ത് മിസ്റ്റേക്കാണ് കേരളത്തിലെ ആരോഗ്യരംഗത്ത് വന്നിട്ടുള്ളത്? ഇപ്പം എൻ്റെ ജില്ലയെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ചേർത്തല കോടിക്കണക്കിന് രൂപയുടെ കെട്ടിടം പൂർത്തീകരിച്ചു, തുറവൂർ പൂർത്തീകരിച്ചു, കായംകുളത്ത് പൂർത്തീകരണ ഘട്ടത്തിൽ, ചെങ്ങന്നൂർ 100 കോടിയുടെ കെട്ടിടം, കുട്ടനാട്ടിൽ പുതിയ കെട്ടിടം, ജില്ലാ ഹോസ്പിറ്റൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന് 100 കോടിയിൽ പരം രൂപയുടെ 2 കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജ്, PHSകൾ അപ്ഗ്രേഡ് ചെയ്തു, എല്ലാ PHS കെട്ടിടമായി. വീണ ജോർജിന് മുമ്പിരുന്ന ഇടതുപക്ഷ മുന്നണിയുടെ ഹെൽത്ത് മിനിസ്റ്റേഴ്സ് മോശമായിട്ടാണോ? അവർ പ്രഗത്ഭരായതുകൊണ്ടാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് മാറ്റം വന്നത്. അതിൻ്റെ പ്രശ്നം അവരെ ഭയപ്പെടുന്നു. ഇവിടുത്തെ UDF ഒക്കെ കോട്ടയം നടന്ന സംഭവത്തിൽ അവർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ശുദ്ധ തെറ്റ്. മന്ത്രി ഓൺ ദ സ്പോട്ട്, ഞങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങളെല്ലാം അവിടെ റിവ്യൂ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന സമയത്താണ് അപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2 മന്ത്രിമാരോട് പറഞ്ഞ് നേരിട്ട് പോകാൻ പറഞ്ഞു. അപ്പം തന്നെ നിർദ്ദേശം കൊടുത്തു. അവിടെ ചെന്നു, രക്ഷാപ്രവർത്തനം. എന്താ പ്രശ്നം? അതിനകത്തോട്ട് ഈ പറയുന്ന നമ്മുടെ മണ്ണ് മാറ്റുന്ന യന്ത്രം കടന്നു കയറാൻ കഴിയില്ല. ഇതവിടുത്തെ മീഡിയക്കാർക്ക് അറിയത്തില്ലേ? അവിടെ കടന്നു കയറാൻ കഴിയില്ല. അത് കമ്പി കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് മണ്ണ് മാന്തി യന്ത്രം കയറുന്നത്. മണിക്കൂറെടുത്തു. വീണ ജോർജോ വാസവനോ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുമെന്ന് പറഞ്ഞോ? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെല്ലാം പറയുന്നത്, നിങ്ങളിതിനെല്ലാം തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? അത് ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു കെട്ടിടമായി, അൺഫിറ്റായ ഒരു കെട്ടിടമായി മാറ്റിയിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ആളുണ്ടെന്ന് ആര് വിശ്വസിക്കും? ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു അതിനകത്ത് ആരുമില്ല എന്നുള്ള ധാരണയല്ലേ. പക്ഷേ അതിനകത്ത് ഒറ്റപ്പെട്ട ആളുകൾ ശുചിമുറി ഉപയോഗിച്ചു എന്നുള്ള വസ്തുതയാണ്. ആ അപകടം നടക്കുന്ന സമയത്ത് ഓൺ ദ സ്പോട്ടിൽ ഈ 2 മന്ത്രിമാർ ചെന്നു. ഈ പറയുന്ന UDFൻ്റെ നേതാക്കന്മാർ അവിടെ നാശം ഉണ്ടാക്കാനല്ലേ വന്നത്? കുഴപ്പമുണ്ടാക്കാൻ വന്നതല്ലേ? എന്തെങ്കിലും ആത്മാർത്ഥത അവർക്കുണ്ടോ? എന്തുകൊണ്ട് ഇതിനു മുമ്പ് അവിടുത്തെ UDFൻ്റെ മന്ത്രിസഭ, ഇതിനു മുമ്പുണ്ടായിരുന്ന അവിടുത്തെ UDF നേതാക്കന്മാർ, ഇപ്പോൾ അവിടുത്തെ MP അല്ലെ ഇതിനു മുമ്പുണ്ടായിരുന്ന മന്ത്രിമാർ ആരെങ്കിലും 1 രൂപയുടെ സഹായം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ അൺഫിറ്റായ കെട്ടിടം മാറ്റാൻ കൊടുത്തോ? ഈ അൺഫിറ്റായ കെട്ടിടം 540 കോടി രൂപ എടുത്ത് കെട്ടിടം പൂർത്തീകരിച്ച് എന്താ പ്രശ്നം? ഒറ്റ പ്രശ്നമുള്ളൂ. അതിനകത്ത് 14 ഞാൻ മനസ്സിലാക്കുന്നത് 24 ഓളം ഓപ്പറേഷൻ തിയേറ്ററുണ്ട്. ആ ഓപ്പറേഷൻ തിയേറ്റർ ആധുനികമായ സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പൂർത്തീകരണം നടത്താൻ കഴിയണം. അത് കഴിയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമായതുകൊണ്ടാണ് ഓപ്പൺ ചെയ്ത് കൊടുക്കാഞ്ഞത്. അല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ആ ഒരു സന്ദർഭത്തിൽ ഇത് ഇടിഞ്ഞു വീണു. ഇതിനൊരു സ്ത്രീയല്ലേ അവരെ ഇന്നലെ ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്തത്? ഞങ്ങൾ കയ്യും കെട്ടിയിരിക്കാൻ ധരിക്കരുത്. ഒരു കാര്യം ഞാൻ പറയാം, വളരെ നല്ല മാന്യന്മാരായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഈ സ്ഥാനങ്ങളൊക്കെ വന്നവരാ. ഒരു ഘട്ടം കഴിഞ്ഞാൽ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുന്നതിന് ധരിക്കരുത്. ഒരു സ്ത്രീയെ ആക്രമിക്കുക, അവരുടെ വീട് കയറി ആക്രമിക്കുക, അവരുടെ ഓഫീസ് കയറി ആക്രമിക്കുക, അവർ വരുന്ന വഴിക്ക് ആക്രമിക്കുക. ഇന്നലെ അവർക്ക് ദേഹാസ്വസ്ഥ ഉണ്ടായി. കൊട്ടാരക്കര ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ബഹുമാന ധനകാര്യമന്ത്രി കാണാൻ ചെന്നു. ഞാനിതൊക്കെ പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ സംഭവിക്കാമെന്നോ? 10-20 പേര് നിൽക്കുകയാണ് ആ സ്ത്രീയെ ആക്രമിക്കാൻ, ഒരു മന്ത്രിയെ ആക്രമിക്കാൻ. അവർക്ക് രക്തസമ്മർദ്ദം കൂടി. എല്ലാ കുറ്റങ്ങളും ആ സ്ത്രീയുടെ തല കെട്ടിവെക്കുക, ഒരു മന്ത്രിയുടെ തല കെട്ടി വെക്കുക. അവരെന്ത് തെറ്റ് ചെയ്തു? അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് കുഴപ്പമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാം, പ്രതിഷേധിക്കാം. ഇത് പേഴ്സണലായി ആക്രമിക്കുകയാണ്. വീണ ജോർജിനെ തകർക്കണം, പത്തനംതിട്ടയിൽ ആരെങ്കിലും കോൺഗ്രസ് ജയിപ്പിക്കണം. നടക്കില്ല. ഞങ്ങളുടെ മന്ത്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കരുത്ത് കേരളത്തിലെ CPM ഉണ്ട് എന്നുള്ള ധാരണ എല്ലാവർക്കും വേണം. വീണ ജോർജിനെ മാത്രമല്ല റോഡിൽ കൂടെ സഞ്ചരിക്കുന്നത്, പ്രതിപക്ഷ നേതാക്കന്മാർ റോഡിൽ കൂടെ സഞ്ചരിക്കും എന്നുള്ള നല്ല ധാരണയും ബോധവും എല്ലാവർക്കും ഉണ്ടാണെന്ന് ഇപ്പം ഞാൻ അത്രേ പറയുന്നുള്ളൂ. പ്രതിപക്ഷ പ്രക്ഷോഭങ്ങൾ തെറ്റാണെന്നുള്ളതും അതിൻ്റെ വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും പാർട്ടി എന്ന നിലയിൽ, മുന്നണി എന്ന നിലയിൽ, ഗവൺമെൻറ് നിലയിൽ ഞങ്ങൾ ശ്രമിക്കും. പക്ഷേ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് സജി ചെറിയാനെയും വീണ ജോർജിനെയും മുഹമ്മദ് റിയാസിനെയും എന്താ ആ ചെറുപ്പക്കാരനെ പറ്റി പറയുന്നത്? മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചത് നാട്ടുകാർ അറിയാതാണോ? അദ്ദേഹം കല്യാണം കഴിച്ച് രഹസ്യമായിട്ടാണോ കല്യാണം കഴിച്ച്? പരസ്യമായി കല്യാണം കഴിച്ചു, അവർ കുടുംബമായിട്ട് ജീവിക്കുന്നു.
ആ മനുഷ്യൻ എന്താ ശിവൻകുട്ടി കേരളം കണ്ട ഏറ്റവും നല്ല വിദ്യാഭ്യാസ മന്ത്രിയല്ലേ? ഏതെല്ലാം തരത്തിൽ ആക്ഷേപിക്കുന്നത്? വ്യക്തിപരമായി പച്ചത്തെറിയല്ലേ വിളിക്കുന്നത്? കാണുന്നിടത്തെല്ലാം വെച്ച് ഒരു 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 കൊടിയെടുത്തോളം ഇറങ്ങിയിരിക്കുക. എന്നിട്ട് പോട്ട് എന്ത് അനാവശ്യം. ഞാൻ ഈ കൊച്ചിയിൽ ചെന്നപ്പോൾ എൻ്റെ മുമ്പിൽ വന്നിട്ട് 2-3 കള്ളുകുടിയന്മാർ എന്താ തെറിയാ വിളിച്ചേ? പ്രതികരിക്കാൻ അറിയാൻ വേണ്ടിയിട്ടാണോ? ഞാനതാ പറഞ്ഞത്, പുറത്ത് വെച്ച് എന്താ വിളിക്കാഞ്ഞേ? ഒരു ഹാളിൽ മര്യാദയ്ക്കായിരിക്കും. അപ്പോൾ നമ്മളവിടെ ഒരു ശാന്തനായിട്ടൊക്കെ ഇരുന്നു. എന്ന് വെച്ചാൽ മറ്റ് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകരുത്. ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാം കൂടെ പറയും മന്ത്രി തെറ്റ് കാണിച്ചത് പോലെ. അതുകൊണ്ട് ശാന്തനായിട്ട് ഇത് ശരിയല്ല. കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കും. ഈ UDFിൻ്റെയും BJPയുടെയും ഈ തെറ്റായ സമര രീതി ശരിയല്ല. വ്യക്തിപരമായി ആക്ഷേപിക്കേണ്ട പ്രശ്നമില്ല. ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന മന്ത്രിമാർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ അത് ഇടപെട്ട് പരിഹരിക്കാനുള്ള കരുത്ത് അവർക്കുണ്ട്. വീണ ജോർജിനെ ഒറ്റപ്പെടുത്തി, ശിവൻകുട്ടിയെ ഒറ്റപ്പെടുത്തി, റിയാസിനെ ഒറ്റപ്പെടുത്തി, അല്ലെ സജി ചെറിയാനെ ഒറ്റപ്പെടുത്തി കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പറയുന്ന നേതാക്കന്മാർ റോഡിൽ കൂടെ സഞ്ചരിക്കും. അതിന് എവരേക്കാൾ കൂടുതൽ കരുത്തുള്ള പാർട്ടിയും പ്രസ്ഥാനവും കേരളത്തിൽ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ആ തെറ്റ് അതിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. അത് ഞങ്ങളുടെ ദൗർബല്യമായിട്ട് കാണരുത്. അതാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്.